ഡാനി ഇപ്പോൾ തുടരുന്നുണ്ട്. ഡാനി, ഈ പുതുപ്പള്ളി സാധു, മണികണ്ഠൻ എന്ന മറ്റൊരു ആന, ഇതിന് പുറമെ മൊത്തം 5 ആനകൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ ആനകളെ എല്ലാം ഇപ്പോൾ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടോ? ഷൂട്ടിംഗ് തൽക്കാലത്തേക്ക് നിർത്തി വെച്ചിട്ടുണ്ട്. പക്ഷേ എന്താണ് അവിടെ ഇപ്പോഴത്തെ സാഹചര്യം? ഷൂട്ടിംഗ് വീണ്ടും തുടരുമോ പിന്നീടായാലും? സജിത്, ഷൂട്ടിംഗ് പൂർണ്ണമായും തന്നെ നിർത്തിവെച്ചിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇനി അത് അനുമതിയെല്ലാം തന്നെ വാങ്ങിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. നേരത്തെ ഡിവിഷൻ റേഞ്ച് ഓഫീസർ തന്നെ പറയുന്നുണ്ട്, പൂർണ്ണമായും അനുമതി വാങ്ങിച്ചിട്ടുണ്ട്. ഈ ആനയെ ഉപയോഗിക്കുക, അതോടൊപ്പം തന്നെ കാട്ടിൽ ചിത്രീകരിക്കുക, അത്തരം കാര്യങ്ങൾക്കെല്ലാം തന്നെ അനുമതി വാങ്ങിച്ചുകൊണ്ട് തന്നെയാണ് അവർ ഇത് ചെയ്തിരിക്കുന്നത്. 5 ആനകളാണ് ഉണ്ടായിരുന്നത്. 3 കൊമ്പനാനകൾ, 2 പിടിയാനകളുമായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അതിൽ ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചതിന് ശേഷം ഷൂട്ടിംഗ് പൂർണ്ണമായി നിർത്തിവെച്ചിരിക്കുന്നു എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. അത് താൽക്കാലികമാണോ എന്നത് വ്യക്തമാക്കിയിട്ടില്ല. ഒരുപക്ഷെ ഈ ദിവസത്തിന്റെ ഒരു പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട്, കാരണം കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ വിഷയങ്ങൾ, ആനയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ഒരു സെക്യൂരിറ്റി വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ ആയിരിക്കാം താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തിരിക്കുന്നത്. പൂർണ്ണസജ്ജമായി ഒരുപക്ഷെ വരും ദിവസം തുടങ്ങുമോ എന്ന കാര്യത്തിലേക്ക് ഒരു വ്യക്തതയിലേക്ക് വന്നിട്ടില്ല. വൈകാതെ അറിയാനായിട്ട് സാധിക്കും. അദ്ദേഹം പറഞ്ഞത് പൂർണ്ണമായും പാക്കപ്പ് ആയോ എന്നത് സംബന്ധിച്ച ഒരു സ്ഥിരീകരണമായിട്ടില്ല എന്നതാണ്. എന്തായാലും ഈ അടുത്ത ദിവസങ്ങളിലേത് അടക്കമുള്ള കാര്യങ്ങൾ നിർത്തിവെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അത് പിന്നീടോ മറ്റെപ്പോഴും ചിത്രീകരിക്കുന്നതിന് വേണ്ടി ആയിരിക്കാം എന്നതാണ്. ഈ നിലവിൽ ഇപ്പോൾ ഈ ആനയുമായി ബന്ധപ്പെട്ട ഉയർന്നിട്ടുള്ള ഒരു സെക്യൂരിറ്റി വിഷയങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഷൂട്ടിംഗ് നിർത്തിവെച്ചിരിക്കുന്നത്. അത് പൂർണ്ണമായും ഈ ഷെഡ്യൂൾ പാക്കപ്പ് ആയോ എന്നത് കാര്യത്തിലൊരു വ്യക്തതയിലേക്ക് വന്നിട്ടില്ല. എന്തായാലും അനുമതി എല്ലാം തന്നെ തേടിക്കൊണ്ടായിരുന്നു ഷൂട്ടിംഗ് എല്ലാം തന്നെ ഉണ്ടായിരുന്നത് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിലുണ്ടായ ഈ അനിഷ്ട സംഭവങ്ങൾ കാരണം ഇപ്പോൾ അത് സെപ്റ്റംബർ 30 മുതലായിരുന്നു ഷൂട്ടിങ്ങിന് അനുമതി ഉണ്ടായിരുന്നത്. അത്തരം അനുമതി എല്ലാ ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്നും അവർ അത് തേടിയിരുന്നു, അത് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഷൂട്ടിംഗ് നിർത്തിവെച്ചിരിക്കുന്നു. താൽക്കാലികമാണോ എന്നത് സംബന്ധിച്ച് ഒരു അന്തിമമായ ഒരു അറിയിപ്പ് വന്നിട്ടില്ല. തെലുങ്ക് ചിത്രമാണ്, തെലുങ്ക് നടൻ സൂപ്പർ താരമായ വിജയ് ദേവരകൊണ്ടയുടെ ചിത്രമാണ്, നായകനായ ചിത്രമാണ് ഇവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ശ്രീലങ്കൻ കഥാപ്രമേയം, അങ്ങനെ ഒരു പരിസര പശ്ചാത്തലമായിരുന്നു അതിനുണ്ടായിരുന്നത്. വനമേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അത്തരം ഒരു പ്രമേയമായിരുന്നു അതിനുണ്ടായിരുന്നതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഷൂട്ടിംഗ് സംഘങ്ങൾ പൂർണ്ണമായും ഇവിടെ നിന്ന് മടങ്ങിയിട്ടില്ല എന്നാണ് അറിയുന്നത്. കുറച്ചു പേരെങ്കിലും ഇവിടെ തുടരുന്നുണ്ട്. അത് ഇനിയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിനും അതിനടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാകും എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. വലിയ ആശങ്കയുണ്ടായിരുന്ന ഒരു ദിവസമായിരുന്നു ഇന്ന് സജിത്ത്. കാരണം ഇത് എങ്ങനെയാകും എന്നത് സംബന്ധിച്ച് ആർക്കും പ്രത്യേകിച്ച് ഒരു ഉറപ്പും നൽകാനില്ലാത്ത അവസ്ഥയായിരുന്നു. കാട് കയറിപ്പോയത് ആനയാണ്, നാട്ടാനയാണ് എന്ന് പറഞ്ഞാലും അത് കാട്ടിലേക്ക് കയറുന്നു. തിരിച്ച് അതും പ്രത്യേകിച്ച് വളരെ നിബിഡമായ ഒരു വനമേഖല, കാട്ടാനകൾ സ്വൈര്യവിഹാരം നടത്തുന്നു എന്ന് ആ രീതിയിൽ പറഞ്ഞു പോകാവുന്ന ഒരിടം. അതുകൊണ്ട് എന്തെല്ലാം സംഭവിക്കും എന്നത് സംബന്ധിച്ച് ആർക്കും പ്രത്യേകിച്ച് ഒരു കാൽക്കുലേഷനോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല.